അപ്പോൾ നമ്മുടെ റോസൻമുണ്ട് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അവൻ മണ്ടനാണ്. അവന്റെ തലയിലുണ്ടായിരുന്ന അസുഖമാണ് കോക്ലി. ആ സമയത്ത് അവന് ബെൻസ് കാറിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ബെൻസ് കാർ എടുത്തു കഴിഞ്ഞപ്പോൾ അവന് കോക്ലി പിടിവിട്ടു. കോക്ലി പിടിവിട്ടപ്പോൾ ദൈവം വിചാരിച്ചു ഇത്തിരി വെള്ളവും വല്ലവും കൊടുത്തോ അല്ലെങ്കിൽ ഹൈഡ്രജൻ വല്ലതും ലിബറേറ്റ് ചെയ്തോ അവനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്താമെന്ന് കരുതി. പക്ഷെ അവന്റെ ആൾക്കാർ അത്ര ശരിയല്ലാത്തതുകൊണ്ട് അവരെന്തോ ചെയ്തു, അവര് പണ്ടേ പറഞ്ഞു ബെൻസുറിയിലും പോയി രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. ആ ചെറുക്കനോട്ട് കേട്ടില്ല. അതുകൊണ്ടാണ് അവർക്ക് കാറ്റലിസ്റ്റ് ആയിട്ട് PDയും BASF4 വന്നത്. അപ്പൊ ഇതിന്റെ കാറ്റലിസ്റ്റ് ആണ്. ഈ ഒരു കാറ്റലിസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ ഓർക്കാം ഇത് റോസൻമുണ്ട് റിയാക്ഷൻ ആണ്. ഇവൻ കേട്ടില്ല. അതുകൊണ്ട് അവർ പണ്ടേ ബെൻസുറി പൊക്കോളാൻ പറഞ്ഞു. അതുകൊണ്ട് ഇവനോട് അവരെന്താ പറഞ്ഞെന്നറിയോ, മനസാക്ഷിയില്ലാത്ത ആൾക്കാർ എന്താ പറഞ്ഞെന്നറിയോ, അവനോട് ആ ബെൻസ് കാർ ഇരുന്ന് സഹിച്ചോളാൻ പറഞ്ഞു. അതായത് CHO സഹിച്ചോളാൻ പറഞ്ഞു. എന്നിട്ട് അവന് കുറച്ച് ബൈ പ്രോഡക്റ്റ് ആയിട്ട് HCl കൂടെ അങ്ങ് കൊടുത്തു. അപ്പൊ ഇത് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഒന്നെങ്കിൽ ബെൻസൈൽ ക്ലോറൈഡ് ടു ബെൻസാൾഡിഹൈഡ് കൺവേർട്ട് ചെയ്യാനാണ്. ബെൻസൈൽ ക്ലോറൈഡിനെ ബെൻസാൾഡിഹൈഡിലേക്ക് കൺവേർട്ട് ചെയ്യാന്ന് പറയുമ്പം ഒരു നെയിംഡ് റിയാക്ഷൻ ആണ് പറയുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോസൻമുണ്ട് റിയാക്ഷൻ ആണ്. കഥ ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് PD BASF4 എന്ന് കണ്ടു കഴിഞ്ഞാൽ ഓർത്തോണം, ദാറ്റ് ഇസ് റോസൻമുണ്ട് റിയാക്ഷൻ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഷോർട്ട് വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു. അപ്പൊ നോക്കിട്ടോ, ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ.